Hey guys, welcome back to my channel. So ഇന്നത്തെ വീഡിയോ ഒരു ഗെറ്റ് റെഡി വിത്ത് മീ ആണ്. ഞാൻ എൻ്റെ ബർത്ത്ഡേ ലഞ്ചിന് പോകാൻ പോകണം. അപ്പോൾ ഞാൻ വെച്ചു നമുക്ക് ഒരുമിച്ച് മേക്കപ്പ് ഇടാം. ഓക്കെ, അപ്പോൾ ആദ്യം ഞാൻ എന്താ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ ഒരു മിൽക്കി ടോണർ അപ്ലൈ ചെയ്യാൻ പോവാണ്. ഇത് ആക്ച്വലി മിൽക്കി ടോണർ അല്ല, ഇതൊരു മിൽക്കി എസൻസ് ആണ്. കുറച്ചും കൂടെ തിക്കറാണ് ടോണറിനെ കാട്ടി. ഇതൊരു കൊറിയൻ ബ്രാൻഡിൻ്റെ ആണ്, ഹരു ഹരു വണ്ടർ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞാനിങ്ങനെ 2-3 ലെയർ ഇങ്ങനെ അപ്ലൈ ചെയ്യണം. അപ്പോൾ നല്ലൊരു ഗ്ലോയി ഫിനിഷ് കിട്ടും. കുറച്ച് എൻ്റെ കണ്ണിൻ്റെ അടിയിലും കൂടെ ഇടാണ്, ബിക്കോസ് എൻ്റെ അണ്ടർ ഐസ് ഭയങ്കര ഡ്രൈ ആണ്. ഓക്കെ, എന്നിട്ട് ഞാൻ എന്താ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ അടുത്തത് എൽഫിൻ്റെ ഈ ഒരു ഐബ്രോ പോമേഡ് എടുത്തിട്ട് എൻ്റെ ഐബ്രോസിൻ്റെ ചെറിയ ഗ്യാപ്സ് ഉള്ള സ്ഥലം മാത്രം ഫില്ല് ചെയ്യാൻ പോവാണ്. ഞാൻ ഈ അടുത്ത് എൻ്റെ ഐബ്രോസ് ത്രെഡ് ചെയ്തുള്ളൂ, അതുകൊണ്ട് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. സോ ചെറിയ ഗ്യാപ്പുള്ള സ്ഥലം മാത്രം ഒരു ആംഗിൾ ബ്രഷ് ഉപയോഗിച്ചിട്ട് ഫില്ല് ചെയ്യണം. ഓക്കെ, അടുത്തത് ഞാൻ കെട്രീസിൻ്റെ ഈ ഒരു സോഫ്റ്റ് ഗ്ലാം ഫിൽറ്റർ ഫ്ലൂയിഡ് എന്ന് പറഞ്ഞിട്ടൊരു പ്രോഡക്റ്റാണ്. ഇത് ഒരു ഗ്ലോ ബൂസ്റ്റിംഗ് പ്രോഡക്റ്റാണ്, നമ്മുടെ എൽഫിൻ്റെ ഹേലോ ഫിൽറ്ററൊക്കെ പോലെ. ഇതും ആക്ച്വലി എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു, കാര്യം നല്ല ഗ്ലോയി ആവുന്നുണ്ട് ബേസ്. ഓക്കെ, ആൻഡ് ഇത് നിങ്ങൾക്ക് ഫൗണ്ടേഷൻ്റെ കൂടെ മിക്സ് ചെയ്തിട്ടിടാം, അല്ലാണ്ടിടാം, അല്ലെങ്കിൽ വെറുതെ ഇങ്ങനെ കുറച്ച് ഹൈലൈറ്റ് ഈ ഏരിയയിൽ മാത്രമായിട്ട് ഇടാം. അതിൻ്റെ ഇടയിൽ ഞാൻ എൻ്റെ ഐബ്രോസ് ഒന്ന് സെറ്റ് ചെയ്യാണ്, ഞാൻ മറന്നുപോയി. എന്നിട്ട് ഞാൻ ഈ ഫെൻറ്റി ബ്യൂട്ടിയുടെ പ്രോ ഫിൽറ്റർ ലൂമിനസ് ഫൗണ്ടേഷൻ എടുക്കുകയാണ്. ആദ്യം ഞാൻ എന്താ ചെയ്യുമ്പോഴെന്ന് വെച്ചാൽ ഒരു ഫ്ലാറ്റ് ബ്രഷ് ഉപയോഗിച്ചിട്ട് കുറച്ച് ഫൗണ്ടേഷൻ വെച്ചിട്ട് എൻ്റെ ഈ ഐബ്രോസ് ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കുകയാണ്. ഇങ്ങനെ ചെയ്യുമ്പോൾ ഐബ്രോസ് കുറച്ചും കൂടെ ഒന്ന് പോപ്പ് ആവും. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഞാൻ ഈ ഒരു ഡ്യുവൽ എൻഡഡ് ബ്രഷ് എടുക്കാൻ പോവാണ്. ഇത് മേക്കപ്പ് ബൈ മാരിയോൻ്റെ ഒരു ഡ്യുവൽ എൻഡഡ് ബ്രഷാണ്, എൻ്റെ ഫേവറേറ്റ് ബ്രഷാണ്. ഇത് ഉപയോഗിച്ചിട്ട് ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്യാൻ പോവാണ്. ഓക്കെ, പിന്നെ ഈ ഫൗണ്ടേഷനിൽ ഞാൻ യൂസ് ചെയ്യുന്ന ഷെയ്ഡ് 300 ആണ്. ഇത് കുറച്ചൊരു വാമർ അണ്ടർടോൺ ആണെന്ന് എനിക്ക് തോന്നുന്നു. കുറച്ചും കൂടെ നല്ലൊരു മാച്ച് ഉണ്ടോ എന്ന് എനിക്ക് കണ്ടുപിടിക്കണം, പക്ഷേ ഇറ്റ് വർക്ക്സ്. എന്നിട്ട് ഞാൻ ഈ ഫൗണ്ടേഷൻ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്യാണ്. ഈ ബ്രഷ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇപ്പോൾ ഈ അടുത്തായിട്ട് ഞാൻ ഒരുപാട് ഉപയോഗിക്കുന്ന ഈ ഒരു ബ്രഷാണ്. കുറച്ച് എക്സ്പെൻസീവ് ആണ്, പക്ഷേ ഭയങ്കര വേഴ്സറ്റൈലാണ്. ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്യാം, നിങ്ങളുടെ ലിക്വിഡ് ആൻഡ് ക്രീം ബ്ലഷ് ഇടാം, ലിക്വിഡ് ബ്രോൺസർ, ക്രീം ബ്രോൺസർ എല്ലാം ഇടാൻ പറ്റും. അടുത്തത് ഞാൻ ബ്രോൺസറാണ് ഇടാൻ പോകുന്നത്. ഇത് റെയർ ബ്യൂട്ടിയുടെ ഒരു സ്റ്റിക്ക് ബ്രോൺസറാണ്. ഞാൻ ആദ്യം ഇങ്ങനെ എൻ്റെ കയ്യിൽ ഇങ്ങനെ കുറച്ച് അപ്ലൈ ചെയ്തിട്ട് ആ ബ്രഷിൻ്റെ മറ്റേ ചെറിയ എൻഡ് വെച്ചിട്ട് മുഖത്ത് അപ്ലൈ ചെയ്യാണ്. ഓക്കെ, നമുക്ക് ഡയറക്റ്റും അപ്ലൈ ചെയ്യാം, പക്ഷേ ഈ പ്രോഡക്റ്റ് കയ്യിലിട്ടിട്ട് ചെയ്യുമ്പോൾ കുറച്ചും കൂടെ നിങ്ങൾക്കൊരു സ്മൂത്തർ ഒരു ബ്ലെൻഡ് കിട്ടും. ചില പ്രോഡക്റ്റ്സ് കുറച്ച് സ്റ്റിഫായിട്ടിരിക്കും, അപ്പോൾ നിങ്ങളത് കയ്യിലിങ്ങനെ ഇടുമ്പോൾ അതൊന്ന് വാം ആവും, കുറച്ചും കൂടി ഈസിലി ബ്ലെൻഡ് ചെയ്യാൻ പറ്റും. റെയർ ബ്യൂട്ടിയുടെ ഈ ഒരു കോൺട്രാ സ്റ്റിക്ക് നല്ല സ്മൂത്ത് ആൻഡ് ക്രീമിയാണ്. പക്ഷേ ഞാൻ ജനറലി ഒരു ടിപ്പ് വരെയാണ്, ഇനി ബ്രഷിൻ്റെ ഫൗണ്ടേഷൻ ഇട്ട എൻഡ് വെച്ച് ഞാൻ ബാക്കി എല്ലാ സ്ഥലവും ഒന്നും കൂടെ ഒന്ന് ബ്ലെൻഡ് ചെയ്യണം. ഓക്കെ, അടുത്ത ഞാൻ കൺസീലറാണ് ഇടാൻ പോകുന്നത്. ഞാൻ ഈ ഫെൻറ്റി ബ്യൂട്ടിയുടെ പ്രോ ഫിൽറ്റർ ഹൈഡ്രേറ്റിംഗ് കൺസീലറാണ് ഇടുന്നത്. ഞാൻ 2 ഷെയ്ഡ് മിക്സ് ചെയ്തിട്ടാണ് ഇടുന്നത്, 290 ആൻഡ് 310. കാര്യം അതിൻ്റെ ഒരു പെർഫെക്റ്റ് ഷെയ്ഡ് കിട്ടാൻ വേണ്ടിയിട്ട്. ഇപ്പം ഞാൻ കൺസീലർ ബ്ലെൻഡ് ചെയ്യില്ല, ബ്ലഷ് ഇട്ടിട്ട് മാത്രമേ ഞാൻ ബ്ലെൻഡ് ചെയ്യുള്ളൂ. അപ്പോൾ ആ സമയം കൊണ്ട് ഈ കൺസീലർ ഒന്ന് സെറ്റ് ആവും. അപ്പോൾ ബ്ലഷിന് വേണ്ടിയിട്ട് ഞാൻ ഈ 2 ഷെയ്ഡ് മിക്സ് ചെയ്യാൻ പോവാണ്. റെയർ ബ്യൂട്ടിയുടെ ലിക്വിഡ് ബ്ലഷസാണിത്. ഹാപ്പി എന്ന് പറഞ്ഞ ഷെയ്ഡും വെർച്യൂ എന്ന് പറഞ്ഞൊരു ഷെയ്ഡും. ഓക്കെ, എനിക്കിങ്ങനെ ബ്ലഷിൻ്റെ കളേഴ്സ് ഇങ്ങനെ മിക്സ് ചെയ്തിട്ട് ഒരു കസ്റ്റം ഷെയ്ഡ് ക്രിയേറ്റ് ചെയ്തിടാൻ ഭയങ്കര ഇഷ്ടമാണ്. ഓക്കെ, സോ ഞാൻ ആ ബ്രഷിൻ്റെ ചെറിയ എൻഡ് വെച്ചിട്ട് തന്നെയാണ് ഈ ബ്ലഷും അപ്ലൈ ചെയ്യുന്നത്. അടുത്തത് ഞാൻ കുറച്ചൊരു ഹൈലൈറ്റർ ഇടാൻ പോവാണ്. ഈ ഒരു ഷാർലറ്റ് ടിൽബറിയുടെ പില്ലോ ടോക്ക് ഹൈലൈറ്ററാണ് ഇടാൻ പോകുന്നത്. ഇത് ആക്ച്വലി ഞാൻ കുറേ നാൾ മറന്നു വെച്ചിരുന്ന സാധനമാണ്, പക്ഷേ ഇപ്പോൾ ഈ അടുത്തായിട്ട് എനിക്ക് ഇഷ്ടമാണ് ഇടാൻ. അപ്പോൾ ആ ബ്ലഷിൻ്റെ മുകളിൽ കൂടെ ചെറുതായിട്ട് ഞാനിങ്ങനെ അപ്ലൈ ചെയ്യാണ്. ആപ്ലിക്കേറ്റർ വളരെ മോശമാണ് ഇതിന്. അപ്പോൾ അടുത്ത് ഞാൻ എൻ്റെ കൺസീലർ ബ്ലെൻഡ് ചെയ്യാൻ പോവാണ്. കൺസീലർ ഇട്ട ഉടൻ ബ്ലെൻഡ് ചെയ്യാണ്ട് ഇതുപോലെ വെയിറ്റ് ചെയ്തിട്ട് ബ്ലെൻഡ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് മാക്സിമം കവറേജ് കിട്ടും. ഓക്കെ, അപ്പോൾ ഞാനിങ്ങനെ ചെറുതായിട്ട് ടാപ്പിംഗ് മോഷനിൽ കൺസീലർ ബ്ലെൻഡ് ചെയ്യണം. എന്നിട്ട് കുറച്ച് കൺസീലർ ഞാൻ എൻ്റെ ഐലറ്റ്സിലും കൂടെ ഇങ്ങനെ ബ്ലെൻഡ് ചെയ്യുന്നുണ്ട്, ഐ ഷാഡോ ബേസ് ആവാൻ വേണ്ടി. എന്നിട്ട് ഫൗണ്ടേഷൻ്റെ ആ ഒരു സൈഡ് ഇട്ട ബ്രഷ് വെച്ചിട്ട് ഞാൻ ജസ്റ്റ് ഈ എഡ്ജസ് ഒക്കെ ഒന്ന് ബ്ലെൻഡ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഒരു സീംലെസ് ഫിനിഷ് കിട്ടും. ഇനി ഞാൻ ഹുദ ബ്യൂട്ടിയുടെ ഈ ഈസി ബേക്ക് പൗഡർ വെച്ചിട്ട് എൻ്റെ അണ്ടർ ഐസ് ഒന്ന് സെറ്റ് ചെയ്യാൻ പോവാണ്. ഞാൻ യൂസ് ചെയ്യുന്ന ഷെയ്ഡ് ചെറി ബ്ലോസമാണ്. അപ്പോൾ ഒരു പൗഡർ പഫ് ഉപയോഗിച്ചിട്ട് ഞാൻ എൻ്റെ അണ്ടർ ഐസും പിന്നെ ഈ മൂക്കിൻ്റെ സൈഡിലൊക്കെ എനിക്കിങ്ങനെ കുറച്ച് മാറ്റായിട്ട് ഇരിക്കാനാണ് ഇഷ്ടം, അവിടെയും സെറ്റ് ചെയ്യാണ്, കുറച്ച് കണ്ണിൻ്റെ ഐലറ്റ്സിലും. ഓക്കെ, കഴിഞ്ഞിട്ട് ഞാൻ ഈ ലോറിയലിൻ്റെ ഈ ഒരു ബ്രോൺസർ എടുത്തിട്ട് എൻ്റെ ഐ ഷാഡോ ഒരു ട്രാൻസിഷൻ ഷെയ്ഡായിട്ട് ചുമ്മാ ഇങ്ങനെ ഇടാൻ പോകണം. നിങ്ങളുടെ ഐ ഷാഡോ ഇല്ലെങ്കിൽ ഇങ്ങനെ ഏതെങ്കിലും ഒരു ബ്രോൺസർ ഒരു ബ്രഷ് ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് ഇടാം. സിമ്പിളായിട്ടൊരു ഐ ലുക്കാണ് ചെയ്യുന്നത്. ജസ്റ്റ് ഒരു ഷിമർ ഐ ഷാഡോ ഈ ഒരു മേക്കപ്പ് റെവല്യൂഷൻ്റെ പാലറ്റിലുള്ള ഒരു കളർ ഞാൻ ജസ്റ്റ് ഇങ്ങനെ കണ്ണിലിടുന്നതേ ഉള്ളൂ, വേറെ ഒന്നും ചെയ്യുന്നില്ല. പിന്നെ ഈ ഒരു ഡാർക്ക് ബ്രൗൺ ഐ ഷാഡോ കുറച്ച് എൻ്റെ കണ്ണിൻ്റെ ലോവർ ലാഷസിൽ ഇങ്ങനെ ഇടുന്നുണ്ട്, ചെറിയൊരു ഡെഫിനേഷൻ കിട്ടാൻ വേണ്ടിയിട്ട്. ഓക്കെ, എന്നിട്ടൊരു ബ്രഷ് വെച്ചിട്ട് ഇങ്ങനെ ബ്ലെൻഡ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ ലാഷസ് ഒന്ന് കേൾ ചെയ്യാണ്, ഒരു ലാഷ് കേളർ വെച്ചിട്ട്. ഞാൻ ലാഷ് കേൾ ചെയ്തിട്ട് ഇപ്പോൾ മസ്കാര ഇടാറുള്ളൂ, എന്നാലും മസ്കാര ഇടുമ്പോൾ ഒരു ഇട്ടുന്നൊരു ലുക്കുള്ളൂ, അല്ലെങ്കിൽ എൻ്റെ കാണാൻ പോലും പറ്റില്ല. അപ്പോൾ ഇങ്ങനെ ഇടുമ്പോൾ നല്ലൊരു ഓപ്പൺ ആയിട്ടൊരു ഡോൾ ലൈക്ക് എഫക്റ്റ് കിട്ടും. ഓക്കെ, ഞാൻ ഇന്നിടുന്ന ഫെൻറ്റി ബ്യൂട്ടിയുടെ ഈ ഒരു മസ്കാരയാണ്. അടുത്തത് ഞാൻ എന്താ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ ഈ ഒരു മിലാനീൻ്റെ ഈ ഒരു ബേക്ക്ഡ് ബ്ലഷ് എടുത്തിട്ട് നമ്മൾ ലിക്വിഡ് ബ്ലഷ് ഇട്ടതിൻ്റെ മുകളിൽ കൂടെ ബ്ലഷ് ഇടാൻ പോവാണ്. അപ്പോൾ കുറച്ചും കൂടി ഒരു സോഫ്റ്റർ ലുക്ക് കിട്ടും. ഓക്കെ, അടുത്തത് ഞാൻ മുഖം സെറ്റ് ചെയ്യാൻ പോവാണ് ഷാർലറ്റ് ടിൽബറിയുടെ സെറ്റിംഗ് സ്പ്രേ വെച്ചിട്ട്. ഇത് നല്ലൊരു സെറ്റിംഗ് സ്പ്രേ ആണ്, നല്ല മേക്കപ്പ് ഒക്കെ ലോങ് ലാസ്റ്റിംഗ് ആക്കാൻ പറ്റുന്നൊരു സ്പ്രേ ആണ്. ഇത് നമ്മുടെ ഫൈനൽ സ്റ്റെപ്പായ ലിപ്സ്റ്റിക്കാണ്. അപ്പോൾ ആദ്യം ഞാൻ ഈ മിലാനീൻ്റെ ലിപ് ടിൻ്റ് ഇടാൻ പോവാണ്, ഒരു പിങ്കി ടോൺ കിട്ടാൻ വേണ്ടിയിട്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ ഈ ഒരു ബ്രൗൺ ലിപ്പ് ലൈനർ എടുക്കാൻ പോവാണ്. അത് ഫെൻറ്റി ബ്യൂട്ടിയുടെ എക്സ്ട്രാ തൈ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഷെയ്ഡാണ്. എന്നിട്ട് ഞാൻ ഈ ബ്രൗൺ ലിപ്പ് ലൈനർ അപ്ലൈ ചെയ്യാൻ പോവാണ്. ഓക്കെ, ഇത് ഭയങ്കര ക്രീമി ആയിട്ടുള്ളൊരു ലിപ്പ് ലൈനറാണ്. അടുത്ത് ഞാൻ ഈ ഒരു ന്യൂഡ് ലിപ്സ്റ്റിക്ക് ഇടാൻ പോവാണ്. ഇത് മിലാനീൻ്റെ കളർ ഫെറ്റിഷ് ലിപ്സ്റ്റിക്കാണ്. ഇതിൻ്റെ ഷെയ്ഡ് 420 ടീസ്.
ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് അപ്ലൈ ചെയ്തിട്ട് കുറച്ച് എൻ്റെ ഫിംഗർ വെച്ചിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, എന്നിട്ട് ഞാൻ കുറച്ച് ലിപ്പ് ലൈനർ അപ്ലൈ ചെയ്യണം. ബിക്കോസ് എനിക്ക് ആ ന്യൂഡ് ലിപ്സ്റ്റിക്ക് ഭയങ്കര ലൈറ്റായി പോയ പോലെ തോന്നി. അപ്പോൾ കുറച്ചിങ്ങനെ ലിപ്പ് ലൈനർ അതിൻ്റെ മുകളിൽ കൂടെ ഇടാണ്. അപ്പോൾ ഇതാണ് ഇന്നത്തെ ഫൈനൽ ലുക്ക്. ഞാൻ വേഗം ചേഞ്ച് ചെയ്തിട്ട് നമ്മളെല്ലാവരും കൂടെ ലഞ്ചിന് പോകാൻ പോകണം. ഓക്കെ, അങ്ങനെ നമ്മൾ ലഞ്ച് കഴിക്കാനായിട്ട് റെസ്റ്റോറൻറ്റിലെത്തി. കാർണിവൽ ബൈ ട്രെസൻറ്റ് എന്ന് പറഞ്ഞൊരു റെസ്റ്റോറൻറ്റിലാണ് വന്നത്. ഇതൊരു ഇന്ത്യൻ ഫ്യൂഷൻ റെസ്റ്റോറൻറ്റ് പോലെയാണ്. ഭയങ്കര ഫേമസ് ആയിട്ടുള്ള റെസ്റ്റോറൻറ്റാണ്. അവരുടെ ഫുഡൊക്കെ നല്ല യമ്മിയാണെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. എൻ്റെ ഫസ്റ്റ് ടൈമാണ് ഇവിടെ. ആൻഡ് ഇവിടെ ഇങ്ങനെ സ്ട്രീറ്റ് ഫുഡ് പോലത്തെ ഒരു ഏരിയ ഒക്കെ ഉണ്ടായിരുന്നു. അവിടെ അവരിങ്ങനെ ലൈവായിട്ട് നമുക്ക് ഭക്ഷണമൊക്കെ ഉണ്ടായി തരും. നല്ല ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. പിള്ളേർക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, എനിക്ക് ഇങ്ങനെ ബർത്ത്ഡേസ് ഒന്നും സെലിബ്രേറ്റ് ചെയ്യാൻ ഭയങ്കര താല്പര്യമില്ലാത്ത ഒരാളായിരുന്നു. എന്തോ ആരെങ്കിലും സെലിബ്രേറ്റ് ചെയ്യാൻ പറഞ്ഞാൽ തന്നെ ഞാൻ പറയും അതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്ന്. പക്ഷേ പിന്നെ ഞാൻ തിരിഞ്ഞ് ആലോചിക്കുമ്പോൾ ഞാൻ ഒന്നും ചെയ്യാത്ത ബർത്ത്ഡേസൊന്നും എനിക്ക് ഓരോ ഓർമ്മയില്ല. ഓക്കെ, എന്തെങ്കിലും ഡിഫറെൻ്റ് ആയിട്ട് ചെയ്തിട്ട് എന്തെങ്കിലും സെലിബ്രേറ്റ് ചെയ്ത ബർത്ത്ഡേസൊക്കെ എനിക്ക് നല്ല ഓർമ്മയുണ്ട്. അപ്പോൾ ഞാനും വിചാരിച്ചു അതങ്ങനെയല്ലേ, അപ്പോൾ നമ്മളിങ്ങനെ വെറുതെ ഒന്നും ചെയ്യാണ്ടിരിക്കുന്നതിനെക്കാട്ടി എന്തെങ്കിലും ഡിഫറെൻ്റ് ആയിട്ട് ബർത്ത്ഡേസിന് ചെയ്യണം എന്നുള്ളൊരു തീരുമാനത്തിൽ ഞാൻ എത്തി. ജസ്റ്റ് ടു റിമെമ്പർ തിങ്സ്, ഒരു മെമ്മറി ഫോർമേഷന് വേണ്ടിയിട്ട്. ഓക്കെ, സോ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് ഈ ഒരു സ്ഥലത്ത് ലഞ്ചിന് വന്നത്. കുറേ നാളായിട്ട് എനിക്കിവിടെ വരണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. സോ അന്ന് അവിടെ പോയ ബർത്ത്ഡേ എന്നാലോചിക്കാമല്ലോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് പോവാണ്.